ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ നിന്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ, എന്തുവാ അവന്റെ പേര്? എടാ, നിന്റെ എർത്തായിട്ട് ഒരുത്ത് നടക്കുന്നില്ലേ, അവന്റെ പേരെന്താന്ന്? പേര് ഇവൻ എന്തുവാടി, ഉള്ള ബോധവും പോയോ? അച്ഛാ, കുട്ടി. ആ, കുട്ടി. അവനെ ഒന്ന് വിളിപ്പിക്കണം. യവനെയും കൊണ്ട് ഇവരുടെ പഴയ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചുറ്റിക്കാൻ കൊണ്ടുപോകണമെന്ന് പറയണം. മോനെ ശിവ, നീ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത്? വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ അമ്മേ? എടാ, ഇതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാ. ദേ, ഈ പയർതോരനും കൂർക്കക്കറിയും ഒക്കെ നീ വാരി വാരി കഴിച്ചോണ്ടിരുന്നല്ലേ? അല്ല, നല്ല ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കിട്ടോ, നല്ല വറുത്ത് പൊടിച്ചത്. അല്ലെങ്കിൽ അത് വേണ്ട, നല്ല മാമ്പഴ പുളിശ്ശേരി. എനിക്ക് എവിടുന്നാ കഴിച്ചെന്നറിയില്ല, പക്ഷെ എനിക്കതിന്റെ രുചി എന്റെ മനസ്സിലുണ്ട്. നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് അവില് നനച്ച് തരുമോ? ഏതോ ഒരു കടയിൽ നിന്ന് കഴിച്ചതാ, പക്ഷെ ഏത് കടയിൽ നിന്നാണെന്ന് ഓർമ്മയില്ല. പക്ഷെ ആ രുചി എന്റെ നാവിന്റെ തുമ്പിലുണ്ട്. അവല് നനച്ചതോ? എന്താന്ന് വെച്ചാ അവൻ ആവശ്യപ്പെടുന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. കുറച്ചു ദിവസം ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ട് വന്നതല്ലേ, പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അവള് മതിയാക്കി. ഇനി അവക്ക് ജോലിയുണ്ട് ഫോണില്. ഒന്ന് പോവാമേ. പിന്നെ അതെ, നീ ഇങ്ങനെ ഏത് നേരവും അവൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് നടന്നാലേ അവള് വല്ല പാഷാണവും കലക്കി നിനക്ക് തരും. നിന്റെ അല്ലേ മോള്? അമ്മ വേലി ചാടിയാ മോള് മതില് ചാടൂന്നൊരു ചൊല്ലുണ്ട്. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മഹേന്ദ്ര സാറേ, ആ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു 3-ാം മൂട് കോറിയുടെ കാര്യത്തില് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണെന്നാ കേട്ടത്. ശാലിനി വിഷ്ണു? അല്ല, ഇവരിപ്പോ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? കുഞ്ഞിനറിയാവുന്നതാണല്ലോ, നമ്മളെ പരുത്തിക്കുന്നിലെ സ്ഥലം അവര് സർക്കാർ ഭൂമിയാക്കി മാറ്റിയില്ലേ? അതുപോലെ ഇപ്പൊ നമ്മുടെ 3-ാം മൂടിലെ കോറിയും അവർ അവരുടെ അധികാരം ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്യാൻ പോണത്രേ. അല്ല, പരുത്തിക്കുന്നിൽ അവരെന്താ കാണിച്ചത്? അത് ശരി, ശിവൻകുഞ്ഞ് അതൊക്കെയൊക്കെ മറന്നോ? നിങ്ങൾ തമ്മിൽ എന്തെല്ലാം ബഹളങ്ങളുണ്ടായി? രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നില്ലേ?